തുടരുമെന്ന്, ഇതൊന്ന് നിർത്തിക്കൂടെ എന്ന് എമ്പുരാൻ കണ്ടപ്പോൾ എല്ലാവരും ചോദിക്കുമെന്ന് മനസ്സിലാക്കിയ മോഹൻലാൽ അടുത്ത സിനിമയ്ക്ക് പേരിട്ടു തുടരുമെന്ന്. എന്ത് തുടരുമെന്ന്? ഈ പരിപാടി തുടരുമെന്ന്. ഏത് പരിപാടിയാ? നേരത്തെ കാണിച്ചുകൊണ്ടിരുന്ന പരിപാടിയില്ലേ, അത് തുടരുമെന്ന്. എന്നിട്ട് തിയേറ്റർ റെസ്പോൺസ് വന്നിന്ന്. ഈ ഫാൻസുകാരും എല്ലാം ഇതുപോലത്തെ ആളുകളും വന്നിട്ട് എന്തെങ്കിലും പറയുന്ന കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്തോ ഇവരൊരു ആത്മാർത്ഥത ഇല്ലാതെ പറയുവാണ്. ഈവൻ നമ്മുടെ നമ്മുടെ പ്രതീക്ഷ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രതീക്ഷ നമുക്ക് കിട്ടുള്ളൂ. അതാണ് ലാലേട്ടൻ സംഭവിക്കുന്നത്. പിന്നെ അയാളെ തട്ട് എപ്പോഴും ഉയർന്നു തന്നെ. ആ തട്ട് കഴിഞ്ഞ് മാറ്റാൻ ആർക്കും കഴിയില്ല. കാര്യം അത് വളരെ കറക്റ്റാണ്. മോഹൻലാലിൻ്റെ തട്ട് ഉയർന്നേ നിൽക്കത്തുള്ളൂ, താഴോട്ട് ഇറങ്ങുന്നില്ല. ഫുൾ ടൈം ഏറൽ. അത് വളരെ കറക്റ്റാണ്. പ്രതീക്ഷ ഇല്ലാതെ വന്ന ഒരു പ്രതീക്ഷയൊക്കെ കിട്ടുമെന്ന്. സൂപ്പർ. ഇത് വളരെ ജെന്യുവനായിട്ടുള്ള ആൾക്കാരാണ്. ഇവരൊന്നും ഒരു പരിധി കൂടുതലൊന്നും ഇവർക്ക് എന്താ പറയുക, ഒരു കള്ളത്തരം പറയുമ്പോഴാണെങ്കിലും അല്ലെ ഒരു ഇഷ്ടക്കേടുണ്ടായിട്ട് അത് മറച്ച് ഇങ്ങനെ സംസാരിച്ചാലും ഉണ്ടല്ലോ. വീണ്ടും കപ്പടിച്ചോണ്ടിരിക്കുകയാണ്. അത് ഇനി ആരും ഡീഗ്രേഡ് ചെയ്തിട്ട് ഒരു കാര്യം ഫാമിലി പടം ഏറ്റെടുക്കും. ആദ്യത്തെ ദിവസം തന്നെ ഫാമിലി ഏറ്റെടുക്കുമെന്ന്. കൊള്ളാം കാര്യമാണ്. പിന്നെ മമ്മൂക്കയുടെ ശാന്തമി രാത്രി എന്നുള്ള ഒരു പാട്ടും കൂടെ പിന്നെ പൊളിച്ചില്ലേ പടം. പിന്നെ തകർക്കുന്നുണ്ട്. അയ്യോ കഷ്ടമുണ്ട്. ഹെലികോപ്റ്ററും ബോട്ടും ഒക്കെ വിട്ടു വന്നപ്പോ ഹെലികോപ്റ്ററും അത് വേറെ ലെവലാണ്. അത് അയാള് പിന്നെ ഖുറേഷി അബ്രഹാമോ അങ്ങനെയൊക്കെ വന്നാലേ പറ്റുള്ളൂ. ഇതാകും വേറെ ഒരു മുൻപും ഖുറേഷി അബ്രഹാം. അയ്യോ അത് കണ്ട് എൻ്റെ അമ്മോ അതിൻ്റെ കുറച്ച് സീനൊക്കെ കണ്ടിട്ട് അത് എടുക്കണം, സമയമില്ല. അതുമല്ല അത് വേറെ പാർട്ടിയാ അതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത്. ഞാനിത് കണ്ടിട്ടുമില്ല. ആ ചെക്കൻ പിന്നെ കാണിച്ചു തരുന്നത് ഈ സീൻ കണ്ടോ, അതെ ഇത് കണ്ടോ കാണിച്ചു വെച്ചേക്കുന്ന കോമാളിത്തരം എന്നൊക്കെ പറഞ്ഞ് എന്നോ കോമാളിത്തരവാ എമ്പുരാൻ. അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷനാണ്. അതുപോലെ തന്നെ കഥയും. ബാക്കി ഇവിടെ മരം പോലെ നിൽക്കാനായിട്ട് ഇവിടെ ഇവരുടെയൊക്കെ പ്രതിമ വെച്ചാലും നടക്കും ആ പടം. മോഹൻലാലൊക്കെ നടക്കുന്ന കാണണം. അത് അയ്യോ പിള്ളേർ ട്രോൾ ഉണ്ടാക്കി ചിരിക്കുന്നുണ്ട്. ഡയലോഗൊക്കെ ആണെങ്കിലും ഭയങ്കര കോമഡി. ആരാണ്ട് പറ്റിക്കാന്നൊക്കെ വിചാരിച്ച് വന്നതാണ്, പക്ഷെ നടന്നില്ല. വേണ്ടത്ര പറ്റിക്കൽ പേക്കുന്നില്ല. പൃഥ്വിരാജ് ഇതോടെ ഡയറക്ഷൻ നിർത്തുവാണെങ്കിൽ പൃഥ്വിരാജിനുള്ള അല്ലെ ആൾക്കാർ തെറി വിളിക്കും ചുമ്മാ. ഒന്നാമതെ കൊള്ളത്തില്ലെന്നുള്ളത് ആദ്യം തന്നെ ഈ ലൂസിഫർ കണ്ടപ്പോൾ അത്യാവശ്യം സിനിമ കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവുന്നൊരു കാര്യമാണ്. കാണാതെ തന്നെ പൃഥ്വിരാജിൻ്റെ യൂട്യൂബിലൊക്കെ നമ്മൾ ഇതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനും അല്ലാതെ ഇവൻ്റെ ഡയലോഗ്സും ഒക്കെ കേട്ടാൽ തന്നെ മനസ്സിലാവും. അത്രയും കാര്യമായിട്ടൊന്നും ഇല്ലാത്തൊരാൾ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തള്ളുന്ന കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇത് വെറുതെ വേസ്റ്റാണ്, ചുമ്മാതെ. എല്ലാം തന്നെ ഇവൻ്റെ പടവും ഇവൻ്റെ ബാക്കി ഇൻ്റർവ്യൂവും കണ്ടാൽ മതി, ഒരു കാര്യമില്ല. പിന്നെ ഭാര്യയും അമ്മയൊക്കെ കൂടെ പൊക്കി പിടിച്ചുകൊണ്ട് വരും. പിന്നെ ഇവിടെ കുറേ എണ്ണം ഉണ്ട്. തീരെ ബോധമിടിവും ഇല്ലാത്തവർക്ക് ഒരു പ്രത്യേകത ഉള്ള ഒരാളെന്നുള്ള അല്ലാതെ അതിനപ്പുറത്തോട്ട് വലിയ ക്വാളിറ്റി ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. എന്ത് കാണിച്ചിട്ടാണോ എന്തോ. പഴയ സിനിമയൊക്കെ കാണാൻ ആ 1-2 പടമുണ്ട്, അതെല്ലാം അതൊഴിച്ച് ബാക്കി എല്ലാം കണക്കാം. അതിനകത്ത് ഒന്ന് അനന്തഭദ്രം, പിന്നൊന്ന് സ്റ്റോപ്പ് വയലൻസ്. ഈ രണ്ടുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. അത് സിനിമയും രസമാണ്. അതായത് പൃഥ്വിരാജ് എന്തോ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല. വേറെ ഒരു പടം ഞാൻ കണ്ടിട്ടില്ല. ബാക്കിയെല്ലാം നല്ല ഊള പരിപാടി, മൂക്കി തൂറി വാരി. അയ്യോ ആ മുക്കലാ കാണണ്ട, കിടന്നങ്ങ് അഭിനയിച്ചിട്ടൊന്നും ഉണ്ടല്ലോ. വയ്യാത്ത പട്ടി കയ്യാലെ കയറുന്ന പോലെ. അതുപോട്ടെ, ഇവിടെ തുടരുമെന്ന് ഇനിയും തുടർന്നുകൊണ്ടിരിക്കുക. ഇതൊന്ന് നിർത്താവോ സാറേ, ഇനിയെങ്കിലും ഇത് തുടരാതെ ഒന്നിരിക്കാവോ എന്ന് ചോദിക്കും. ആളുകളൊക്കെ പറഞ്ഞിട്ടും കേൾക്കുന്നില്ലെന്ന്. ഇവർക്ക് എന്തോ പടം പൊട്ടിക്കുന്ന എന്തോ പ്രത്യേകതരം പരിപാടിയാണ്. ഇപ്പോൾ സ്കാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു പ്രത്യേക സ്കാമാണ്. അതിനകത്ത് ഈ കള്ളപ്പണ ഇടപാട്, നികുതി തട്ടിപ്പ്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും കൂടുതൽ അവർ ശ്രദ്ധിക്കുന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്തരം പടങ്ങൾ എടുക്കേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർക്കും ഇല്ല. മോഹൻലാൽ എന്ന് പറഞ്ഞ നടന് നല്ല കഥ കിട്ടുന്നില്ല, കൊള്ളാവുന്ന ഡയറക്ടറെ കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഒരു മാത്രമേ അത്രയും ഫണ്ട് ഇറക്കുന്നുണ്ടോ അതും വെറുതെ പറയുന്നത്. അത്രയും പൈസ ഒന്നും ഇറങ്ങുന്നില്ല.
തട്ടിപ്പാ. ഇതേ കൂടെ കാണിച്ചിട്ട് അത് ചെയ്ത് ഇത് ചെയ്ത് ഏണ്ടൊക്കെ കണക്ക് എഴുതി തള്ളി. പിന്നെ കുറച്ച് ശാന്തിയുള്ള ദിനേശും അങ്ങനെയുള്ള ട്രസ്റ്റൊക്കെ ഉണ്ട് ഇവർക്ക്. എല്ലാ പരിപാടിയും ഉണ്ട്. ഇടയ്ക്ക് പോയി അവിടെ ഇടയ്ക്ക് ചെന്ന് അനൗൺസ് ചെയ്യും. പട്ടാള വേഷം ഇട്ടുകൊണ്ട് പാർക്കിൽ പോയി നിൽക്കും, ഐസ്ക്രീം കഴിക്കാൻ പോവും, വീഗലാൻഡിൽ ചെന്നിട്ട് റോളർ കോസ്റ്ററെ പട്ടാള വേഷത്തിൽ കയറിയിരിക്കും, കൂടെ മേജർ റിവ്യൂയും പോവും, അണ്ണാന്ന് വിളിച്ചിട്ട് നടക്കും. പക്ഷേ ഇപ്പോൾ കാശ്മീർ ഏതാണ്ട് പ്രശ്നം ഉണ്ടായപ്പോൾ അത് പോകാനൊന്നും വയ്യ. പട്ടാളക്കാരനായാലും വയ്യല്ലോ, യാത്ര ചെയ്യാനൊന്നും പ്രായമൊക്കെ ആയില്ലേന്ന്, 74 വയസ്സായില്ലേ. പക്ഷെ ദേശസ്നേഹവും രാഷ്ട്രബോധവും അതുപോലെ തന്നെ എന്താ പറയുക, ഈ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി എപ്പോഴും ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ ഒരു മനുഷ്യനായതുകൊണ്ട് ഇവിടെ ഇരുന്ന് നല്ല സൗകര്യപൂർവ്വം അങ്ങ് ഒന്നിച്ചിരി ദുഃഖിച്ച് ആ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടപ്പോൾ നാട്ടുകാർ പൊങ്കാല. സംഖ്യകൾ വരെ ഉപേക്ഷിച്ചിരുന്നതിന് സംഖ്യകൾ പശുവിൻ്റെ മൂത്രവും തീട്ടവും വരെ എടുത്ത് തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നവന്മാരാണ്. അവരുപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഇനി മോഹൻലാൽ എന്തിനാ ഇങ്ങനെ അയ്യോ, ഇത്രയും ഗതികെട്ടൊരു മനുഷ്യൻ ലോകത്തില്ല. അത് ഗതികേടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇയാൾക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല, അല്ലെ ബോധമുള്ളവരുടെ കൂടെ വേണം. കാശുണ്ടാക്കാൻ ശരിയാ പറ്റും, ഏത് ദണ്ടിക്കും പറ്റുമെന്ന് ചിലപ്പോൾ പറഞ്ഞ പോലെ ഇവിടെ പലരും കള്ളക്കടത്തും കൊലപാതകവും കൂട്ടിക്കൊടുപ്പും ഒക്കെ നടത്തി കോടികളുണ്ടാക്കി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അത് കാശും പിടിച്ചുകൊണ്ടിരുന്ന അങ്ങനൊരു ശരിയാ, നമുക്ക് ഈ പറഞ്ഞ പോലെ കാറും വീടും ഒക്കെ വലിയ സെറ്റപ്പിലൊക്കെ ജീവിക്കാൻ പറ്റും. പക്ഷെ എന്നാലും അത് ചിലപ്പോൾ ഇവരെപ്പോലുള്ളവർക്ക് അതൊക്കെ മതിയായിരിക്കും അല്ലേ, അത്രയൊക്കെ ഉണ്ടാകത്തുള്ളൂ. സ്വയം ഒരു വിലയുണ്ടല്ലോ ആളുകൾക്ക്, ആ വില അത്രേ ഉള്ളൂ. വലിയ വീടിൻ്റെയോ കാറിൻ്റെയോ രണ്ട് വിലയിലാണ് ജീവിക്കുന്നത്, ആ വിലയൊക്കെ ഉള്ളൂ. അല്ലാതെ അതൊക്കെ കണ്ടിന് മിഴിച്ച് വരുന്നവന്മാർ ചിലപ്പോൾ വലിയ സാറേ എന്നൊക്കെ വിളിച്ചിട്ട് വന്നിട്ട് സാറ് സൂപ്പറാന്നൊക്കെ പറയുന്നതായി കേൾക്കുന്നതായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഗതികേട്. പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യന് ഒരു നേരത്തെ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ സാറേ എന്നൊക്കെ വിളിക്കുന്നത് കേട്ട് ഞാൻ സൂപ്പറാ, അത്രയും അങ്ങ് തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതൊക്കെ കുഴപ്പമൊന്നുള്ള കാര്യമൊന്നും ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ സാറേ എന്നുള്ള വിളി കേൾക്കാനും ഞാനൊന്ന് മുറ്റാന്ന് തോന്നിക്കാനും വേണ്ടിയിട്ട് ചോറ് മേടിച്ച് കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നം ഇരിക്കുന്നത്. മനസ്സിലായോ? അത് ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ഒരാളെ സഹായിക്കുന്നത് അത് പബ്ലിസിറ്റി ആക്കി ഞാനൊരു നല്ല മനുഷ്യനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വേഷം കെട്ടിയിറങ്ങി ശവകൂമ്പാരത്തിൻ്റെ മോളിൽ നിന്ന് സെൽഫി എടുത്തിടുന്ന ചില പണികളൊക്കെ കാണിക്കുമ്പോഴേ മനസ്സിലായോ, അതിൻ്റെ ഒരു നാണക്കേട് പോലും മനസ്സിലാകാത്തൊരു മനുഷ്യൻ അയാൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം അവൻ്റെ കൂട്ടുകാരൻ പോയിട്ട് എനിക്കെതിരെ പരാതി കൊടുത്തേക്കുന്നു. ഞാനെന്തോ പറഞ്ഞപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ എന്താ ലിബർട്ടിയാണ്, റെഗുലേറ്റഡ് ഫ്രീഡം ഉള്ളതെന്ന്. അവനെന്നിട്ട് ചെന്നേക്കുക ഹോട്ടൽ റൂമിൽ ലിക്ക. അവനൊന്നും എതിരെ ഇത്ര വലിയ ആക്ഷൻ ഒന്നും ഇല്ലാതല്ലോ. ഷൈൻ ടോമിനെ വിലക്കി, ഷൈൻ ടോമിന് സിനിമ കൊടുക്കത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ അതുകൊണ്ട് ഭയങ്കര വലിയ പുള്ളികളൊക്കെ ഇരുന്ന് അടിക്കുന്നുണ്ടല്ലോ. വെറ്ററൻ ഗ്രൂപ്പിലുള്ള ഏതോ വേറൊരുത്തന് ഇതുപോലത്തെ തന്നെ അവനൊന്നും വലിയ തള്ളുകളുന്നു. നിന്നെയൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാർ വേറെ വല്ല സംഘടന തുടങ്ങണം, ഈ കിളവന്മാരെല്ലാം മാറ്റി നിർത്തിയിട്ട് പോടാ വൈരെന്ന് പറയണം. പിന്നെ അവൻ ആരാന്നറിയോ? ഷൈൻ ടോമിന് വിലക്കിയത് ഈ ചെറുപ്പക്കാർ പൊട്ടന്മാരാണെന്ന് തോന്നുന്നു. ഇവർക്ക് പക്ഷെ അങ്ങനത്തെ ഇവരുടെ അത്രയും ഒരു പൊളിറ്റിക്സും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗ്രൂപ്പും ഒന്നും ഉണ്ടാക്കാനുള്ളൊരു കഴിവൊന്നും കാണത്തില്ല. ഷൈൻ ടോമിന് സിനിമ വിലക്കുക, എന്നാൽ പിന്നെ അവനെ വിലക്കുക, അവനെ കുഴപ്പക്കാരൻ. അവനൊന്നല്ല ഇതിനകത്ത് എത്ര എണ്ണം എന്തൊക്കെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന. അത്രയൊന്നും ഷൈൻ ടോം ചെയ്തിട്ടൊന്നുമില്ല. ഷൈൻ ടോമിന് സാമ്പാർ കഴിക്കുന്ന ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് സാമ്പാർ ഇന്ത്യയിൽ അങ്ങ് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് സാമ്പാർ മേടിച്ച് ഷൈൻ ടോം ആരും അറിയാതെ കഴിച്ചു. അങ്ങനെ വലിയ പ്രശ്നമൊന്നും അയാൾക്ക് ഉണ്ടായിട്ടില്ല. അയാൾക്കെതിരെ ആകെ വന്നൊരു പരാതിക്കാരിയായ ഒരു പെങ്കൊച്ചും അയാളും തമ്മിൽ നല്ല ടേംസിൽ പിരിഞ്ഞു. എത്ര ഡീസൻ്റായിട്ട് അവിടെ പരിപാടി നടന്നു. ആ പെങ്കൊച്ചും വളരെ അതിന് തെറ്റിയതാ, അതിന് ഗ്ലൂക്കോസ് പൊടി വായിന്ന് തെറിച്ച് വീണു ഷൈൻ ടോമിൻ്റെ. അത് കണ്ടപ്പോൾ അവൾ വേറെന്തോ വന്ന് തെറ്റിദ്ധരിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കരമായ വലിയ കുറ്റകൃത്യങ്ങളും പീഡനവും കള്ളപ്പണ ഇടപാടും പിന്നെ ഈ 14 തിയേറ്റർ പിടിച്ച് വെച്ചുകൊണ്ട് ബാക്കിയുള്ള പടങ്ങൾക്ക് ഒന്നും ഒരു ചാൻസ് കൊടുക്കാത്ത നടനൊന്നും അല്ല ഈ ഷൈൻ ടോം ഒന്നും. ഇത്രയും അപരാധമൊന്നും ആരും കാണിക്കാറൊന്നുമില്ല. ഇവന്മാരെ കാണിച്ചു കൂട്ടുന്ന പോട്ടത്തരവും തെണ്ടിത്തരവും കണ്ടിട്ട് ഇവനൊന്നും പറയാനില്ല. അവന് ഷൈൻ ടോമിനെ കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു പ്രശ്നം. എന്താണേലും കണ്ടോ കേട്ടല്ലോ, ഉയർന്നു തന്നെ നിൽക്കുമെന്ന്. മമ്മൂട്ടിയുടെ തട്ട് താണോ നിൽക്കുന്നത്. ഇവനെന്താ പറയുക, ചിലപ്പോൾ തെറ്റിപ്പോകുന്നതായിരിക്കും. ഇവർ പാവങ്ങളല്ലേ, അങ്ങേറെ തട്ട് പൊങ്ങി തന്നെ നിൽക്കുമെന്ന്. താഴത്തില്ലടാന്ന് എന്താ
ഇത് തമ്മിലൊക്കെ തെറ്റിപ്പോവന്നേ. ശരിക്കും സത്യമാണ് പറയുന്നത്, അതാ വേറെ രസം. മോഹൻലാലിന് ഇനി താഴോട്ടില്ല, മറ്റേ പോവാ, ഇനി ഒരു വരവില്ല, കഴിഞ്ഞ് പോക്കോ, എവിടെന്നേലും പോ, എങ്ങോട്ടേലും പോ, തുടരാതെ ഇത് മതിയാക്ക്. ഇതിപ്പോൾ സ്വരം തന്നതായിരിക്കുമ്പോൾ പാട്ട് നിർത്താൻ പറയുന്നൊക്കെ സ്റ്റേജും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ആൾക്കാർ ഇത് നിർത്തിയെന്ന് വിചാരിക്കണമായിരിക്കും. എന്നാലും ഇങ്ങനെ ഇതുപോലത്തെ രണ്ട് ഉടായ്പ കാണിക്കും. ഇത് രണ്ട് സ്കാം തന്നെയാണ്, നിങ്ങൾ നോക്കൂ. ഇതൊരു വലിയ സ്കാമാണ്. സിനിമകളകത്ത് നടക്കുന്ന പടം പൊട്ടിച്ചുകൊണ്ട് അല്ല പന്ന സിനിമകൾ ചുമ്മാ ചെയ്ത് അങ്ങനെ പടം ഇറക്കും. പണ്ടൊക്കെ ഇത് ഉണ്ടാകുന്നു, വെറുതെ ഓരോ സിനിമ വരും ഇങ്ങനെ തട്ടിക്കൂട്ട് പടം, അതിനകത്ത് ഓരോ പെണ്ണുങ്ങളെയും കൊണ്ടുവന്ന് നടക്കും. എന്നിട്ട് ഇവന്മാർ ഓരോ തരികകളെല്ലാം കൂടെ കൂടി തട്ടിക്കൂട്ടി ഏതോ മറ്റേ എന്തെങ്കിലും തരത്തിലുള്ളൊരു മാഫിയയുടെ പണ ഇടപാടുകൾ നടത്തി അല്ലെ അവരുടെ ഫണ്ടിങ്ങിൽ സിനിമ എടുക്കുന്ന പോലെ ഇപ്പോൾ ഏതോ ഒരു തരത്തിലുള്ള വേറെ ഏതോ ഗ്രൂപ്പുകളുടെ ഫണ്ടിങ്ങിൽ സിനിമ എടുക്കുന്നു. അല്ലേല് എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. എന്താണേലും അത്തരം സിനിമകളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇങ്ങനെ സംഭവം നടക്കുക. അതുപോലെ തന്നെ ഇപ്പം മോഹൻലാലൊക്കെ ഇത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർക്കൊരു താല്പര്യമില്ല, നല്ല സിനിമ എടുക്കണമെന്നില്ല. മോശം പടം എടുത്താലേ ബിസിനസ് ഉള്ളതായിരിക്കും, ചിലപ്പോൾ ലാഭം ചിലപ്പോൾ അതായിരിക്കും. അതുകൊണ്ടാണ് ഇതുപോലെ പടങ്ങൾ നേരത്തെ പിടിച്ച് പൊട്ടുന്നത്. അല്ലാതെ ഇവർക്ക് അറിയാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടാം. ഒരാൾക്കും അറിയത്തില്ലേ, അത്ര ബുദ്ധിയില്ലാത്തവരെല്ലാവരും കൂടെ കൂടുകയും ഇങ്ങനെ. അല്ലെങ്കിൽ ഇനി പറയാൻ പറ്റത്തില്ല. പൃഥ്വിരാജ്, മോഹൻലാൽ, ആൻ്റെ പേര് മറ്റേ ഇടവേള ബാബു, സിദ്ദിഖ് എല്ലാം നല്ല പാർട്ടികളാണ്. അതുകൊണ്ടും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇവരുടെ എല്ലാം ഒരു തരികിട നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം മറ്റൊരു രീതിയിൽ ഈ സംരംഭത്തിനെ വേറെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് കാശുണ്ടാക്കാൻ നോക്കാനും മടിയില്ലാത്തവരാണ്. മനസ്സിലായോ? മറ്റേ പരിപാടിക്ക് മടിയില്ലെങ്കിൽ പിന്നെ ഇതിനും മടിയൊന്നും കാണത്തില്ല. ഇതിപ്പോൾ മകളുടെ പ്രായമുള്ള ഇവൻ്റെയൊക്കെ മരുമോൾ അത്രേ ഉള്ളൂ. അവളുടെ മോൻ്റെ ഭാര്യയെക്കാളും ചെറിയ പെണ്ണുങ്ങളെയൊക്കെ പിടിച്ച് ഇവളൊക്കെ, ഞാനതല്ല ആലോചിക്കുന്നത്. മോനൊക്കെ ഇങ്ങനെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊച്ചിനെ കൊണ്ടൊക്കെ നടക്കുക. അതിനിടയിൽ ചന്ത ഇറങ്ങിയിട്ട് മോടെ പ്രായമുള്ള സ്വന്തം മോളില്ല അല്ലേ, വേണ്ട മോനെ പ്രായമുള്ളവരത്തിനെ പിടിച്ച് പീഡിപ്പിക്കുന്നു. അവരുടെ ഇഷ്ടത്തിന് നടക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല. ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാം, ഈ കാസ്റ്റിംഗ് ഹൗസിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് അഭിനയിക്കാനായിട്ട് പെണ്ണുങ്ങൾ വരുമല്ലോ. അപ്പോൾ ചിലരൊക്കെ ആരാധകരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഈ ആൾ കാണിച്ച എന്തോ സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഇഷ്ടം ഉണ്ടാവും. അതിനെ അവർ ഈ റൂമിൽ എത്തിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും പെണ്ണുങ്ങൾക്ക്. ഇത് വേണോ അത് വേണോ, ഇയാൾ അതുപോലെ അത്രയൊക്കെ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിട്ട് അത് ആ റൂമിൽ എത്തിക്കഴിയുമ്പോൾ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് അവിടെ വരെ എത്തണം ചിലർ ആദ്യമേ തന്നെ ചിലപ്പോൾ ഈ കറക്കി കുത്തുമ്പോൾ തന്നെ അങ്ങ് സമ്മതിക്കും. പിന്നെ ഈ വർത്താനം പറയുമ്പോൾ ചിലപ്പോൾ ചില പെൺപിള്ളേർ അങ്ങനെ എതിർത്തൊന്നും വരത്തില്ല. ചിലപ്പോൾ പറയത്തല്ലേ ഉള്ളൂ, വെറുതെ ഇങ്ങനെ ഒരു ഫ്രീക്കായിട്ട് സംസാരിക്കുക എന്ന് കരുതിയിട്ട് അവർ ആ സംസാരം അങ്ങനെ വലിയ റെസ്ട്രിക്റ്റ് ചെയ്യത്തില്ല. അല്ല അവിടെ നിന്ന് കിടന്നുകൊണ്ട് ഇതെനിക്ക് പറ്റത്തില്ല, ഇങ്ങനെ എന്നോട് വിട്ടരുത് എന്ന് പറയാത്തൊരു തരം നിലവാരമുള്ള ഒരു ആളായിരിക്കണം ഈ പറഞ്ഞ സമ്പത്തൊക്കെ. അവരുടെ സംസാരം കേട്ടിട്ട് ഇച്ചിരി കൂടി മര്യാദകളുള്ള പോലെ തോന്നി. അപ്പോൾ ഇവൻ്റെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ, ഇവൻ നോക്കുമ്പോൾ ഇവൻ ഭയങ്കര ഒരു സാധനം പോലെ ഇരിക്കുവാണല്ലോ. ഇവൻ ഇങ്ങനെ ഇതിന് മുമ്പ് വന്നിടത്തൊക്കെ കിട്ടിക്കാണും. ഇവൻ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തുന്നത് മുറിയിലെത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുറിയിലെത്തിക്കഴിയുമ്പോഴത്തേക്കിന് അവിടെ വെച്ച് ഇങ്ങനത്തെ കുറേ ഇതൊക്കെ കാണിക്കുമ്പോൾ അവർ അതും അങ്ങ് ചിലരങ്ങ് വിടും. അപ്പോൾ അവിടെ അവന് കിട്ടാൻ പോകുന്നത് ആ ഗ്യാപ്പിൽ ഈ പുള്ളിക്കാരി ഒന്ന് യൂസ് ചെയ്തിട്ട് അതുവഴി പറഞ്ഞങ്ങ് വിടും. അത്ര നേരത്തെ പരിപാടിയേ ഉള്ളൂ ഇത്. അല്ല അതിനപ്പുറത്തോട്ട് ചിലപ്പോൾ സിനിമയിലും ചാൻസ് കിട്ടത്തില്ല. പിന്നെ ഇവർ മറന്നു തന്നെ പോയെന്ന് വരിക. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നടത്താൻ ഇരുന്നേച്ച പരിപാടി പാളിയതായി കാണുന്നത്. ഇതിപ്പോൾ പാളിയാലും ഇവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അവിടെ വരെ എത്തി, കിട്ടിയാൽ കിട്ടി, ഇല്ലെന്ന് പറഞ്ഞിട്ട് ഓക്കെ ഇതിങ്ങനെയൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയുക, ആ ഒരു അവിടെ നിന്ന് ഊരിപ്പോന്ന് ഒരു സോറിയൊക്കെ പറഞ്ഞ്, അല്ല എനിക്ക് അങ്ങനെ അന്നത്തെ സമയത്ത് ഇങ്ങനെ പറ്റി അങ്ങനെ പറ്റിയതാന്നൊക്കെ പറഞ്ഞ് ഊരാനും പറ്റും. ഇത് സത്യം പറഞ്ഞാൽ ഏറ്റവും പന്ന രീതികളിലൊന്നാണ് ഈ കളി മേടിക്കുന്നതിനകത്തുള്ള. ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളോട് താല്പര്യമൊക്കെ ഉണ്ടാവും, അവർ താല്പര്യപ്പെട്ടോട്ടെ, ഇത് അറിയിക്കാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കിടന്നധികം മെഴുകരുത്. അതിനകത്ത് നമ്മളാര വലിയ എന്തോ ആണ്, അല്ലെങ്കിൽ നമുക്കിത് മേടിച്ചേ പറ്റൂ, അതിനുവേണ്ടി അങ്ങ് ഭയങ്കരമായ കഷ്ടപ്പെടലൊന്നും പെടേണ്ട കാര്യമൊന്നുമില്ല. അവർക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ അവർ ചെയ്തോളും. നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചല്ലോ, അത് കഴിഞ്ഞ് ഈ നിർബന്ധിക്കരുത്.
ഇവർക്കങ്ങ് നിർബന്ധവും ഇതൊക്കെ വരുന്ന ഇവിടെ നിന്നാന്ന് വെച്ചാൽ ഒരു അഹങ്കാരം. ഞാൻ എന്തോ ഭയങ്കര സംഭവമാണ്, എൻ്റെ കയ്യിൽ ഇതൊക്കെ ഞാനിതെല്ലാം നേടിയതാണ്, എന്തൊക്കെയോ നേടിയതാണെന്നൊക്കെയുള്ള എല്ലാ മനുഷ്യർക്കും ഉണ്ട് ഇത്തരം വികാരങ്ങൾ. അങ്ങനെയൊക്കെ തോന്നി കഴിയുമ്പോൾ കുറച്ച് അധികാരമൊക്കെ വരും, ഇവരെയൊക്കെ താത്തി കാണാൻ പറ്റും. ഇതൊക്കെ എന്ത് അങ്ങനത്തെ ഒരു സാധനം. പിന്നെ നമ്മളെ കൊണ്ടൊരു ആവശ്യത്തിന് വന്നാൽ അപ്പം അവിടെയൊക്കെ കിടന്ന് ഇത്രയും ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ ഗ്യാപ്പൊക്കെ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സിറ്റുവേഷൻസ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ, പല സാഹചര്യങ്ങളിലും അങ്ങനെ തോന്നും. പക്ഷേ ഞാൻ അങ്ങനെ കയറി അതിനെ അങ്ങ് യൂട്ടിലൈസ് ചെയ്ത് ആ സമയം, ആ ഒരു പ്രത്യേക ഒരു സമയമുണ്ടല്ലോ, കുറച്ച് ആ ടൈമുണ്ട്, ഒരു കൺഫ്യൂഷനുള്ളൊരു സമയമുണ്ട്, അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അതിനകത്ത് അവരെ പെടുത്താൻ പറ്റും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെയും എന്താ പറയുക, ഈ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഇന്ന് നടന്ന സംഭവത്തിനകത്തുള്ളത് അവർക്കൊരു ബുദ്ധിമുട്ടും നമുക്കെന്തോ എണ്ണം കൂട്ടാനോ അല്ലേ നമുക്കെന്തോ സംഭവമാക്കാനോ അല്ലേ എന്തോ വാശി ഉണ്ടായത് കൊണ്ടോ എന്തോ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രേസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതിനകത്ത് എന്താ കാര്യം ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അവിടെ നിന്ന് എന്തോ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരെന്ത് ഇതിനകത്ത് എന്ത് ഇവർ കാണുന്നത്, ഒരു ഫ്രിക്ഷനിൽ ഉണ്ടാക്കുന്ന അല്ലേ എന്തോ ഒരു ടൈപ്പ് ഓഫ് പ്ലഷർ മാത്രം ഉദ്ദേശിക്കുന്ന എന്തോ ഒരു സാധനമാണ് എന്നുള്ളൊരു ധാരണ ഒരു ജനറേഷനുണ്ട്. അതാണ് അതിൻ്റെ കുഴപ്പം. അതങ്ങനല്ല, അത് പോരാ. അതിനകത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇവന്മാർക്ക് ഇത്തിരി തെണ്ടിത്തരം കാണിക്കാൻ പറ്റുന്നത്. മനസ്സിലായി? ഇതൊരു തെണ്ടിത്തരം കാണിക്കാനുള്ള ഒരു ടെൻഡൻസി അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർക്ക് ഈ വേറൊരു സൈഡ് അറിയത്തില്ലായിരിക്കും, എല്ലാം ശരിക്കും ഇതിൻ്റെ ഒരു ഹാപ്പിനെസ് എന്താണെന്ന് മനസ്സിലാകത്തില്ലായിരിക്കും. പിന്നെ ഒത്തിരി പൈസയൊക്കെ ആയിപ്പോയി, കാശാണെല്ലാം എന്ന് പറഞ്ഞ് ജീവിച്ച് എങ്ങനെ ഇരിക്കും? കാശ് 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 എന്ന് പറഞ്ഞ് എന്നാൽ ചിലപ്പോൾ ഇത്തിരി പരിപാടികളിൽ എത്തിപ്പെടാനുള്ള സാധ്യതകളുണ്ട്. കാശ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാശിനേക്കാളും വലിയ വാല്യൂ വേറൊന്നിനും കൊടുത്തില്ലെന്ന് വരും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതേപോലത്തെ സാധനങ്ങളിൽ ഇതേപോലത്തെ സമയങ്ങളിൽ ആ മുതലെടുപ്പിനുള്ള ഒരു മാനസികാവസ്ഥയിലോട്ട് എത്തിപ്പെടും. ഞാൻ പറയുന്നത് ശരിയാണോ? തോന്നുന്നുണ്ടോ? അതൊന്നും ഇല്ലാത്ത പാവപ്പെട്ട ഷൈൻഡോനെ പോലുള്ള ഒരു കാശ് കൊടുത്ത് കള്ള് മേടിച്ച് പിടിച്ച് എവിടെയെങ്കിലും പാട്ടും പാടി നടക്കുമ്പോൾ പൈസ കൊടുത്താൽ മേടിക്കുന്നത്. മദ്യം മേടിച്ചാലും ഈ പറഞ്ഞ കഞ്ചാവ് മേടിച്ചാലും MDMA മേടിച്ചാലും കാശ് കൊടുത്തിട്ടേ കിട്ടത്തുള്ളൂ. അല്ലാതെ മാഫിയക്കാരൻ കൊണ്ട് നാട്ടുകാരെ നശിപ്പിക്കാൻ വേണ്ടി വെറുതെ ഫ്രീ ആയി കൊടുക്കുന്ന സാധനമൊന്നും അല്ലിത്. അപ്പോൾ ഇല്ലീഗലായിട്ട് ഈ മാർക്കറ്റിൽ പല സാധനങ്ങളും കിട്ടും. അത് ഈ ഡ്രഗ്സ് മാത്രമല്ല കിട്ടുന്നത്, ഒത്തിരി സാധനങ്ങൾ ഇവിടെ കിട്ടും. ഫോർ എക്സാമ്പിൾ നമുക്ക് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ വണ്ടിയുടെ സ്പെയർ പാർട്സ് അപ്പോൾ കടകളിൽ മേടിക്കാൻ കിട്ടും. പക്ഷെ അത് വെച്ചുകൊണ്ട് പുറത്തിറങ്ങി MVD പിടിക്കും. എന്നിട്ട് പറയും ഇത് ഇല്ലീഗലാന്ന് പറയും. കച്ചവടം ചെയ്യാനായിട്ട് സാധനം ഇവിടെ കിടക്കുകയും ചെയ്യും, മേടിച്ച് വെക്കുകയും ചെയ്യാം. അത് വെച്ചിട്ട് വീട്ടിലിട്ടോണം വണ്ടി കാണാൻ വേണ്ടിയിട്ടൊക്കെ. നമ്മൾ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി വല്ലതും ചെയ്യുന്ന വണ്ടിയെ വല്ലതും. എനിക്കൊന്നും അത് സിനിമാക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി എന്തോ അങ്ങനത്തെ പർപ്പസിനാന്ന് തോന്നി ഇവർ ഇത് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവെക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് കടയിൽ സെല്ല് ചെയ്യാൻ വെച്ചേക്കുന്നത്. അല്ലാതെ റോഡ് കിടക്കുന്ന വണ്ടിയിലല്ല. നിങ്ങൾക്കിത് അറിയില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനം. അതുപോലെ ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ട് ഇവിടെ. ഈ ചില്ലറ പരിപാടിയല്ല, പലതും വേണ്ടൊക്കെയാണ്. പക്ഷെ ഇവിടെ അവൈലബിളാണ്, പലയിടത്തും കിട്ടുന്നുണ്ട് പലതും. അതുപോലത്തെ ഒരു പ്രോഡക്റ്റ് അയാൾ മേടിച്ച് അയാൾക്ക് അതിനോട് താല്പര്യം ഉണ്ടാവും. അയാൾ ഈ മദ്യത്തിന് പകരം ചിലപ്പോൾ ഈ സാധനമായിരിക്കും പുള്ളിക്ക് ഇഷ്ടം. അതിപ്പോൾ ലീഗലൈസ് ചെയ്താൽ ലീഗലായിട്ട് മേടിക്കാം, ഇല്ലീഗലായിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് ഇല്ലീഗലായിട്ട് മേടിക്കുമ്പോൾ ഉള്ള ഇല്ലീഗലായതുകൊണ്ടുള്ള ലീഗൽ പ്രശ്നങ്ങളുണ്ടാകുന്നു എന്നുള്ളതല്ലാതെ വേറൊരു രാജ്യത്തോട്ട് പോയിരുന്നെങ്കിൽ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ സ്റ്റേറ്റ് വിട്ടാൽ തന്നെ വലിയ പ്രശ്നമൊന്നുമല്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല. ഇവിടെ ആർക്കാ ഇതൊന്നും അറിയാത്ത? ഇതൊക്കെ ഇവിടെയാണോ? വേറെ എവിടേക്കോ പോയി എന്തൊക്കെയോ ചെയ്യാൽ. ഗോവയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. എന്തിനാ ബാംഗ്ലൂരോ അഹമ്മദാബാദോ കൽക്കട്ടയോ ബോംബെയോ എന്തിനാ ഈ പറഞ്ഞ പോലെ ഹിമാചൽ പ്രദേശ് ആ പ്രദേശത്തോട്ടൊക്കെ കൊണ്ട് അടുത്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കാശ്മീരിലും മറ്റേ മണാലിയിലും ഒക്കെ പോയി കറങ്ങിക്കഴിഞ്ഞാൽ പലതും കാണാം. പഞ്ചാബിലോട്ടൊക്കെ ചെന്നാൽ നല്ല സൂപ്പറാ, അവിടെ ഉണ്ട് കാര്യങ്ങൾ. പിന്നെ ഹൈദരാബാദ് സിറ്റീസിലോട്ട് നല്ല കിടില സിറ്റിയിൽ ഇറങ്ങി ഒരു കളി കളിച്ചിട്ട് ഇങ്ങനെ വന്നാൽ മതി. അതൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല ഇവർക്ക്. പക്ഷേ ഇവർ ഈ കേരളത്തിൽ കിടന്ന് പിന്നെയും എല്ലാം തായ്ലൻഡിൽ പോകണം. തായ്ലൻഡിൽ ലീഗലാണ്, മരുവാനൊക്കെ ലീഗലാണ്. ഷോപ്പിംഗ് മോളിലൊക്കെ ഈ കഫേയിലൊക്കെ ഇരുന്ന് വലിക്കുന്ന പോലെ നല്ല സൂപ്പർ ഹൈബ്രിഡ്സ്, ഭയങ്കര ഹെവിയാണ്, ഭയങ്കര പ്രഹരശേഷി കൂടിയ തരം കഞ്ചാവ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതേ സ്ഥലത്തും ഈ പറഞ്ഞ പോലെ മറ്റേ ഹാർഡ് ഡ്രഗ്സ്, സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ കിട്ടും. പക്ഷെ പിടിച്ചു പോയാൽ ആ ജയിലിൽ വല്ലാത്ത ജയിലാണ് അതൊക്കെ.
അങ്ങനെ അതിനകത്തൊക്കെ പോയി പെടേണ്ടി വരും. അതുകൂടെ ഓർത്ത് വെച്ചിട്ട് അകത്തേക്ക് കയറി കൈ വെക്കുക. അത് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകുന്ന ഒരാൾക്ക് സത്യം പറഞ്ഞാൽ സിന്തറ്റിക്സിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ വരുന്നില്ല. അത് ഈ പറഞ്ഞ പോലെ വല്ലതും അല്ലേ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ വല്ല അടിക്കണമെന്നുണ്ടെങ്കിൽ വല്ല അവിടുത്തെ ആരോ ഇതിൻ്റെ പെഡ്ലേഴ്സോ ഡീലേഴ്സോ ആരാന്ന് വെച്ചാൽ അവരുടെ കൂടെ ഇരുന്ന് അടിച്ചിട്ടിങ്ങനെ ഇറങ്ങുക. മനസ്സിലായി? അവിടെ ചെന്ന് ഇരിക്കരുത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് വളരെ കുറച്ച് അടിക്കാനുള്ള മാത്രം എടുത്ത് അടിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് വലിച്ച് കയറ്റുമോ വിഴുങ്ങുമോ എന്തെങ്കിലും ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തോണം. ഇതും കൊണ്ട് നടക്കരുത്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ നോക്കിയിട്ട്. ഞാനിവിടെയൊക്കെ പോയിട്ടുമുണ്ട്, ഞാൻ പലതും അടിച്ചിട്ടുമുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പുറകെ പോകാനൊന്നും ഇങ്ങനെ ഇവന് കണക്കുന്നത് നടക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇതൊരു മണ്ടനായി പോയില്ലേ, കണ്ടില്ലേ കാണിച്ചേക്ക്. ഇപ്പം എടുത്തിട്ട് ബോൾ ഇതൊക്കെ എടുത്ത് ചാടേണ്ട ആവശ്യം എന്തുവാ? അങ്ങനെ വീണ് അവനെന്തിനും പറ്റിയിരുന്നേന്നൊന്ന് ചിന്തിക്കണ്ടേ? എനിക്കതാ പേടി. അല്ല അയാൾക്ക് എന്തിനും പറ്റിയിരുന്ന എന്ത് ചെയ്തതിന്, എന്താവശ്യത്തിന്? ഒരു പിടിയും കിട്ടുന്നില്ല. അതൊന്നും ആലോചിക്കും. ഇവൻ്റെ എന്തിനുണ്ടെന്ന് വിചാരിക്കുക. ഉള്ളത് MDMA കൊക്കൈനോ എന്തോ ആയിക്കോട്ടെ, അത് ആ ഫ്ലഷിലോട്ടിട്ട് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. എന്നിട്ട് ആ ഫ്ലഷിലിട്ടങ്ങ് അടിച്ചങ്ങ് കളഞ്ഞേക്കണം. അപ്പോൾ ഉണ്ടെങ്കിൽ പോയല്ലോ. കഞ്ചാവാണെങ്കിൽ എന്ത് ഇത് ഇത്ര ഭയങ്കര വിലപിടിപ്പുള്ളതാണ്. ഈ ജീവനൊക്കെ വിലയാണ്. ഇവൻ ഈ കെട്ടത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ആടുന്ന വഴിക്കൊന്ന് സ്ലിപ്പായി തലയടിച്ച് വീഴുന്ന എന്തോ ആവുമെന്ന് അതുപോലും ചിന്തിക്കാനുള്ള ബോധം ഇല്ലെന്ന് വെച്ചാൽ, ഇനി അങ്ങനെ ആണെങ്കിൽ ഞാൻ പറഞ്ഞാൽ അങ്ങനെയൊന്നും ആണെന്ന് നമ്മൾ പറയത്തൊന്നുമില്ല. അയാൾ വേറെ കാരണം കൊണ്ട് ഓടിയാന്നേ ഞാൻ പറയത്തുള്ളൂ. അയാൾ ഉച്ചയ്ക്ക് മറ്റേ ഇത് കഴിച്ച് കിഴങ്ങ്, അപ്പോൾ നല്ല ഗ്യാസ്. അപ്പോൾ അല്ല ഇപ്പോൾ അല്ലല്ല ചക്കക്കുരു മെഴുക്ക് വരട്ടി ബാൻഡൊന്നുമല്ല. അതുകൊണ്ട് ഇറങ്ങി ഓടിയതാ. പറന്ന് പറഞ്ഞൊരു അടി അടിച്ചപ്പോഴത്തേക്കിന് അതങ്ങ് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി നീന്തി എല്ലാം കഴിഞ്ഞ് ആ നീന്തിയിട്ട് ഇറങ്ങി ഓടി. അത് മതി.